ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD നിന്നാണ് മറ്റൊരു വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിലേക്കാണ് CMD വഴി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സോ CMD നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക, www.cmd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അതിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വിസിൽ എന്ന് പറയുന്നതിൽ ആണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന കോൺട്രാക്ട് ബേസിസിലുള്ള പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. 1 ജൂലൈ 2026 മുതൽ 15 ജൂലൈ 2026 വരെ ആയിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ആക്റ്റീവായിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15 ജൂലൈ ആണെന്ന് ഓർത്തിരിക്കുക. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് വേണം ഗ്രാജുവേഷനിൽ വിത്ത് എക്സലൻറ്റ് പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതാണ് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസും മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ 35 വയസ്സുള്ളവർക്ക് അപ്ലൈ 30,000 ആയിരിക്കും പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. സോ ഇനി നിങ്ങൾക്ക് റിക്വയർഡ് സ്കിൽ ടെസ്റ്റ് വേണം. ഇത് പറഞ്ഞിരിക്കുന്ന സ്കില്ല് നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചർ എല്ലാം പറയുന്ന KB നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ജനറൽ ഇൻസ്ട്രക്ഷൻ നോക്കാം. സോ ജനറൽ ഇൻസ്ട്രക്ഷൻ പറയുന്നത് SC/ST അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് OBC കാൻഡിഡേറ്റ് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. പിന്നീട് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിപ്പോൾ കോപ്പി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, ഒറിജിനലിന് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ആപ്ലിക്കേഷൻ ഷുഡ് ഹാവ് വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID മൊബൈൽ നമ്പറും വേണം. കാരണം അത് ആക്റ്റീവായിട്ടിരിക്കണം. റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാക്കി പ്രോസസ്സുകളെല്ലാം നിങ്ങൾ ആ മെയിൽ ID ത്രൂ ആയിരിക്കും അവർ സെൻഡ് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരെ സ്ക്രീനിങ് ചെയ്യും. സ്ക്രീനിങ് ചെയ്യുന്നവരെ നിങ്ങളുടെ മെയിൽ ID ത്രൂ അവർ ഇൻറ്റിമേഷൻ ചെയ്യും. സോ അതിന് ശേഷം റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദ ഇൻ്റർവ്യൂ. സോ ഇത്രയാണ് നിങ്ങളുടെ സ്റ്റേജസ് വരുന്നത് ഓർത്തിരിക്കുക. അപ്പം നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ സ്പാം അതുപോലെ ജങ്ക് ഫോൾഡറിലൊക്കെ നിങ്ങൾ നോക്കണം, അപ്ഡേഷൻസ് ഒക്കെ എന്നോണം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ ഒന്നും ബ്ലർ ആവരുത്. ആണെങ്കിൽ അത് ഇന്നെലിജിബിൾ ആയിട്ടാണ് അവർ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കാം. ഇനി പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് CMDയിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ